നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ബേൺമൗത്ത് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതം മത്സരത്തിൽ നേടുകയായിരുന്നു. മത്സരത്തിൽ ആദ്യം ലീഡ് എടുത്തത് ബേൺമൗത്ത് ആണ്. യുണൈറ്റഡിന്റെ അർജന്റീൻ സൂപ്പർ താരമായ അലജാൻഡ്രോ ഗർണാച്ചോയുടെ പിഴവിൽ നിന്നായിരുന്നു ബേൺമൗത്ത് ഈ ഒരു ഗോൾ നേടിയിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പക്കലിൽ നിന്നും നഷ്ടപ്പെട്ട ബോൾ പിന്നീട് ഗോളായി മാറുകയായിരുന്നു. തുടർന്ന് ആദ്യ പകുതിക്ക് ശേഷം ടെൻഹാഗ് ഗർണാച്ചോയെ പിൻവലിക്കുകയും ചെയ്തു. മാത്രമല്ല മത്സരത്തിന് ശേഷം ഗർണാച്ചോയെ ടെൻഹാഗ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗർണാച്ചോയുടെ പിഴവിനെ കുറിച്ച് ടെൻഹാഗ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ബോളുകളാണ് നഷ്ടപ്പെടുത്തിയത്. ഞങ്ങളുടെ ആദ്യ ഗോൾ വന്നത് ഞങ്ങളുടെ പിഴവിൽ നിന്നാണ്. ആ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നത് ഞങ്ങളുടെ തന്നെ പിഴവിൽ നിന്നാണ്. ഒരിക്കലും ആ പൊസിഷനിൽ നിന്നും ബോൾ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. ആദ്യ പകുതിയിൽ വലതുവശത്ത് ചില പ്രതിരോധത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ആദ്യ പകുതിക്ക് ശേഷം ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. ഇതാണ് ഗർണാച്ചോയുടെ പിഴവിനെ കുറിച്ചും അദ്ദേഹത്തെ പിൻവലിച്ചതിനെ കുറിച്ചുമൊക്കെ എറിക് ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധകനായ ഗോൾഡ് ബ്രിഡ്ജ് ഇക്കാര്യത്തിൽ ഗർണാച്ചോയെ പിന്തുണച്ചുകൊണ്ടും എറിക് ടെൻഹാഗിനെ വിമർശിച്ചുകൊണ്ടും ഒരു ട്വീറ്റ് പങ്കുവച്ചിട്ടുണ്ട്. 2 ട്വീറ്റുകളുണ്ട്. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സീസണിൽ നമുക്ക് വേണ്ടി ഏറ്റവും മികച്ച രൂപത്തിൽ കളിച്ച താരങ്ങളിൽ ഒരാൾ അത് ഗർണാച്ചോയാണ്. നമ്മുടെ ആദ്യ പകുതി മോശമായിരുന്നു, പക്ഷെ ആദ്യ പകുതിക്ക് ശേഷം അദ്ദേഹത്തെ പിൻവലിച്ചതും അദ്ദേഹത്തെ ഒരു പ്രശ്നമായി കണക്കാക്കിയതും എനിക്കൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. ഇതിനേക്കാൾ മോശം പ്രകടനം നടത്തുന്ന പലരും അവിടെ തന്നെയുണ്ട്. മത്സരശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ടെൻഹാഗ് ഗർണാച്ചോയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീസണിൽ മികച്ച രൂപത്തിൽ കളിച്ച ഒരു 19 വയസ്സുകാരനോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരിക്കലും നല്ലതല്ല. എന്നിട്ട് അതിനുശേഷം വലിയ താരങ്ങളെ കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഗോൾഡ് ബ്രിഡ്ജ് എഴുതിയിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഗർണാച്ചോ ഈ 2 ട്വീറ്റിനും ലൈക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ്. അതായത് എറിക് ടെൻഹാഗും ഗർണാച്ചോയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. താരങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ എറിക് ടെൻഹാഗിന് ലഭിച്ചതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ജേഡൻ സാൻചോ എന്നിവർക്കൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ടി വന്നത് ഈ ഒരു പരിശീലകൻ കാരണമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.